ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. പത്തനംതിട്ടയിൽ താൻ മത്സരിക്കുക എന്നത് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. ബിഷപ്പുമാരും എൻ.എസ്.എസും പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ പാരമ്പര്യമില്ലാത്ത ആളാണ് അനിൽ ആന്റണി. താഴേക്കിടയിലുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി വേണമായിരുന്നു തീരുമാനമെടുക്കാനെന്നും പി.സി. ജോർജ് 24-നോട് പറഞ്ഞു. ഞാൻ പത്തനംതിട്ട സീറ്റ് വേണമെന്ന് ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. അനിൽ ആന്റണി പത്തനംതിട്ട ഏതാന്ന് പോലും അറിയത്തില്ലാത്ത ആളാണ്. പുള്ളിക്ക് പാർട്ടി തീരുമാനിച്ചു, അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുക. ഞങ്ങൾക്ക് പത്തനംതിട്ട എല്ലാവരും അറിയണമെന്ന് പറഞ്ഞാൽ ആരെയും അറിയാൻ സാധ്യതയില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു അഭിപ്രായം എന്നതിനും 100% ബോധ്യത്തോടു കൂടി ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാതെ പോയാൽ സ്വാഭാവികമായി എനിക്ക് മനസ്സിൽ തെറ്റിനോടൊപ്പം നിൽക്കും തോന്നലുണ്ടാവും. അത് വലിയ അപകടമാണ് പാർട്ടിക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും. അത് ബി.ജെ.പിക്ക് മാത്രമല്ലെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ബാധകമായിട്ടൊരു കാര്യമാണ്. ശ്രദ്ധിക്കണം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നപ്പോൾ തന്നെ പി.സി. ജോർജ് തന്റെ നിലപാട് പറഞ്ഞതാണ്. അതൃപ്തി, നിരസം അതൊക്കെ പ്രകടമായിരുന്നു. ഇന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന നിലപാട് എന്താണ്? ഡോക്ടർ ഉന്മേഷ്, എന്തായാലും പി.സി. ജോർജ് ഈ അതൃപ്തി പരസ്യമാക്കി ഒന്നുകൂടി പരത്തി പറയുകയാണ്. അനിൽ ആന്റണിക്ക് മണ്ഡലത്തെക്കുറിച്ച് യാതൊരു പരിചയമില്ല എന്ന് തുറന്നു പറയുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അനിൽ ആന്റണിക്ക് പത്തനംതിട്ടക്കാരെ അറിയില്ല എന്നാണ്. പുതിയ ആളാണ്. കൂടുതലായി ഇന്ന് അദ്ദേഹം പി.സി. ജോർജ് പറഞ്ഞു വെച്ചത് പത്തനംതിട്ടയിൽ ആരാണ് എവിടെയാണ് എന്ന് പോലും അനിൽ ആന്റണിക്ക് അറിയില്ല. പുതിയൊരു യുവാവാണ്. സ്വാഭാവികമായി യുവാവിൻ്റെ ഒരു മേൽക്കൈ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റു ഗുണങ്ങളൊന്നും ഈ ഒരു സ്ഥാനാർത്ഥിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതുകൂടാതെ ഒന്നുകൂടി പി.സി. ജോർജ് പറയുന്നുണ്ട്, സഭയും അതുപോലെ ബിഷപ്പുമാരും എൻ.എസ്.എസും അടക്കം താൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. അത് കേവലം പത്തനംതിട്ടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പിന്തുണയായിരുന്നില്ല. സംസ്ഥാന വ്യാപകമായി ബി.ജെ.പിക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ അത് 20 മണ്ഡലങ്ങളിലും ലഭിക്കുമായിരുന്നു. ഇനി അതെല്ലാം കിട്ടുമോ എന്ന കാര്യം സംശയമാണ്. അതായത് ബിഷപ്പുമാരടക്കം ഉന്നത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ ഇനി അതെല്ലാം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് എന്നുകൂടി പി.സി. ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രവർത്തകരുടെ വികാരം, താൻ എവിടെയും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സാധാരണ പ്രവർത്തകരാണ് തൻ്റെ പേര് ഈ പത്തനംതിട്ടയിലേക്ക് പറഞ്ഞത്. പത്തനംതിട്ടയാണെങ്കിൽ മത്സരിക്കാമെന്ന് താനും പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെയാണ് ദേശീയ നേതൃത്വം ഈ തീരുമാനമെടുത്തതെന്ന് കൂടി പി.സി. ജോർജ് പറഞ്ഞു വെക്കുമ്പോൾ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ വോട്ടുകൾ പിടിക്കുക എന്നത് അതീവ ദുഷ്കരമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പി.സി. ജോർജ് പാർട്ടിയിലേക്ക് ഇപ്പോഴാണ് കടന്നു വന്നതെങ്കിലും പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ കൃത്യമായ രീതിയിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് പി.സി. ജോർജിനുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. സ്വാഭാവികമായി ആ വോട്ട് ബാങ്ക് അനിൽ ആന്റണിക്ക് ലഭിക്കില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്ന സാഹചര്യം എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ല. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതിന് തൊട്ട് പുറകെയാണ് ഇത്തരത്തിൽ പി.സി. ജോർജിൻ്റെ പരാമർശം ഒന്നുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും അനിൽ ആന്റണി നാളെ പത്തനംതിട്ടയിലേക്ക് വന്നിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ കാര്യമായ രീതിയിലുള്ള പ്രചരണത്തിനൊന്നും തന്നെ ബി.ജെ.പി. പ്രവർത്തകരും കടന്നിട്ടില്ല. അനിൽ ആന്റണിയുടെ പേര് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷേ കാര്യമായ പ്രചരണ ബോർഡുകൾ പത്തനംതിട്ട മണ്ഡലത്തിൽ എവിടെയും തന്നെ കാണാനില്ല. അതായത് ബി.ജെ.പിയുടെ പ്രചരണ ക്യാമ്പ് ഇതുവരെ ഉണർന്നിട്ടില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിവരം ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ട്. നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. അത് ഈ മാസം 15-നായിരിക്കും. അത് പത്തനംതിട്ടയിലായിരിക്കും ആദ്യ പരിപാടി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി വരുന്നതോടുകൂടി മാത്രമേ ബി.ജെ.പി. ക്യാമ്പ് ഉണർന്നു പ്രവർത്തിക്കുകയുള്ളൂ. എന്നാലും പി.സി. ജോർജ് അതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞു. എന്തായാലും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ പി.സി. ജോർജിൻ്റെ അതൃപ്തി പരിഹരിച്ചതിന് ശേഷം മാത്രമേ അനിൽ ആന്റണി എന്ന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അനിൽ ആന്റണിയുടെ പ്രചരണ കാര്യത്തിലേക്ക് കടക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടക്കത്തിലെ കല്ലുകടിയാണ് ബി.ജെ.പി. ക്യാമ്പിൽ. അത് പി.സി. ജോർജ് കഴിഞ്ഞ ദിവസം പാർട്ടിയിലേക്ക് വന്നു. ഇപ്പോൾ തന്നെ കല്ലുകടി ആരംഭിച്ചു കഴിഞ്ഞു. ഉന്മേഷം. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.